ഹലോ. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് സ്റ്റെബിലിറ്റിയാണ്. അല്ലേ, നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ അല്ലേ മക്കളെ? എന്താണ് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ളത്? ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്താണുള്ളത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഒരു ആറ്റം, അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിനകത്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണുള്ളത് ന്യൂക്ലിയസിൻ്റെ അകത്ത്. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്ഡ് സ്പീഷീസും ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജുകളൊന്നും ഇല്ലാത്ത സ്പീഷീസും ഉള്ളത് അല്ലേ? ശരിക്കും ഒരുപാട് പ്രോട്ടോണുകൾ ഉണ്ടാവും അതിനകത്ത്. അപ്പം ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ചാർജ് ഒന്നുമില്ല. പിന്നെ ചാർജ് ഇല്ലാത്ത അയോൺസുകൾ മാത്രമേ ഉള്ളൂ, ഒരു ചാർജും ഇല്ലാത്തത്. പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല നിൽക്കുന്നത് ന്യൂട്രലേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് എന്തെങ്കിലും കടന്നു വരുന്നുണ്ടോ? എന്ത് ഡൗട്ടാണ് വരേണ്ടത്? മെയിനായിട്ട് ഈ പോസിറ്റീവ് അയോൺസ് മാത്രം, പോസിറ്റീവ് ചാർജ് മാത്രം ഉണ്ടാകുമ്പോൾ ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്യണ്ടേ സാർ? റിപ്പൽഷൻ നടക്കൂലേ ലൈറ്റ് ചാർജസിന്? ഇവിടെ ഒരു അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊന്നുമില്ലല്ലോ. അപ്പം റിപ്പൽ ചെയ്യുമ്പം ന്യൂക്ലിയസിന് സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ പാടില്ലല്ലോ. ന്യൂക്ലിയസിന് സ്റ്റെബിലിറ്റി ഇല്ലാണ്ടായി പോകണ്ടേ? ഒരു ചോദ്യമാണല്ലേ അത് നിങ്ങളാരും ചോദിക്കില്ല, എനിക്കറിയാതെ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ പ്രോട്ടോണുകൾ റിപ്പൽ ചെയ്യുന്നു, അങ്ങനെ സ്റ്റെബിലിറ്റി കുറയുന്നു, ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആകുന്നു, ആറ്റം അൺസ്റ്റേബിൾ ആകുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒന്നും നടക്കില്ലല്ലോ. സോ ഇറ്റ് മീൻസ് ഓർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് there was certain repulsive force is there. So this proton repulsive force is there, but it exceptional attractive forces is also present between these two nucleons, protons and neutrons, and proton itself and neutron itself. എന്താ നമ്മൾ പറഞ്ഞത്? Here certain repulsive force is also there due to this proton repulsion, but exceptional attractive force between these nucleons, which atoms provide the stability of nucleus. Okay, there the nucleons, in between the nucleons there exist certain attractive forces that overcome the proton repulsion. So this extent of attractive force is related to n by p ratio. It is related to n by p ratio, n by p ratio value, n by p value. എന്തിനാണത്? the extent of attractive force present within the nucleus or present within the nucleons can explain by using the term n by p ratio. What is n by p ratio? That is neutron proton ratio. Neutron proton ratio is the stability of an atomic nuclei is determined by number of neutrons and protons it contains. The stability of an atomic nuclei is determined by number of neutrons and protons which contain. So in the stable nuclei of lower atomic number, that is up to atomic number 29, n by p ratio value is close to 1. That is number of neutron and number of protons are exactly equal. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. അതായത് നമ്മൾ ലോവർ മോളിക്യൂൾസിൻ്റെ കേസിൽ നമ്മൾ എടുക്കുമ്പോൾ, അപ്പം ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹീലിയം 2 4, number of proton is equal to 2, number of neutron is equal to 2. So n by p ratio neutron by proton is equal to 1. കണ്ടോ? ലോവർ അറ്റോമിക് നമ്പർ. കാർബൺ C612, here proton is equal to 6, neutron is equal to 6. So n by p ratio is equal to 1. മനസ്സിലായല്ലോ? അതായത് സ്റ്റേബിൾ ന്യൂക്ലിയർ അപ് ടു അറ്റോമിക് നമ്പർ 29, Z ഈക്വൽ ടു 29 വരെയുള്ള കേസിൽ ഇതിൻ്റെ n by p റേഷ്യോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ, n by p റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഫോർ എ ഹെവിയർ അറ്റോമിക് number or for a heavier nuclides, the n by p value is not equal to 1 and which is somewhat greater than 1. That means number of neutron is very much higher than that of proton. ഓക്കെ, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബിസ്മത്തിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തു,
അല്ലെങ്കിൽ ബിസ്മത്തിൻ്റെ കേസ് നമ്മൾ എന്താ കാണിച്ചത് 83 201 ആണ്. സോ 83 ഇസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ, ബട്ട് 201 മൈനസ് 83 ചെയ്യുമ്പം തന്നെ അത് 100ന് പുറത്തേക്ക് പോകും. നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് വെരി മച്ച് ഹയർ. സോ N/P ratios of heavier atomic nuclei is greater than 1. So increased in this atomic number, N/P ratio of nuclides increases to the value about 1.5 for heaviest stable nuclides such as lead 82-208 and bismuth 83-209. ഓക്കെ, ഇപ്പം എന്താ പറഞ്ഞത്? ആസ് അറ്റോമിക് നമ്പർ ഇൻക്രീസ് N/P ratios ഓഫ് ന്യൂക്ലിയൈഡ്സ് ഈസ് ഓൾസോ ഇൻക്രീസ്. നമ്മൾ എങ്ങനെ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാമെന്നറിയോ നമുക്ക്? നമ്മളിത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സും വൈ ആക്സും എടുക്കും. എക്സിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എഴുതും, ഇതിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എഴുതും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വിച്ച് സ്ലോപ്പ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലോവർ എലമെൻറ്റ്സ് 1 2 3 4 5 6 ആദ്യത്തെ ലോവർ എലമെൻറ്റ്സിൻ്റെ ഒക്കെ തന്നെ N/P വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലോസ് ഓർ സിമിലർ ടു 1 ആയിരിക്കും, യൂണിറ്റിയോട് സിമിലർ ആയിരിക്കും. എന്നാൽ ആസ് വി മൂവ്സ് ഫ്രം എസ് ബ്ലോക്ക് or as we move from higher lower atomic number to higher atomic number region, what will happen here? So the atomic number and the N/P ratio of nuclide increase to value about 1.5 for heaviest stable nuclei. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, അതായത് അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ദ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ന്യൂക്ലിയൈ ഓർ ദ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ വിത്ത് സംവാട്ട് tilt or somewhat deviates its normal path and it deviates certain path like this. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യും. സോ ഇങ്ങനെ പിന്നെ പാർട്ടിക്കിളിനകത്ത് ഡിസ്ട്രിബ്യൂഷൻസ് ഇങ്ങനെ ആയി പോകും. ദാറ്റ് ഈസ് ടി സംവാട്ട് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 1. N/P ഈക്വൾ ടു അല്ലെങ്കിൽ N ഈക്വൾ ടു P എന്ന് പറയുന്ന റേഷ്യോനേക്കാൾ എന്താണ്? കുറച്ച് കൂടുതലാണ്. അപ്പം നമുക്ക് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ന്യൂക്ലിയസിൻ്റെ N/P റേഷ്യോ കാണും. സോ ദ വാല്യൂ ഈസ് എബോവ് 1.5, ദാറ്റ് മീൻ 1 to 1.6. 1 to 1.6 are stable. N/P ratio range 1 to 1.6 are stable, and all nuclei larger than bismuth are unstable and radioactive. Okay, so these are the radio nuclear forces and its stability. So നമുക്കിനി കൂടുതൽ ഫോഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്, ഇതൊരു ചെറിയൊരു ഫോഴ്സ് മാത്രമാണ്. നെക്സ്റ്റ് വരുന്നൊരു ഭാഗം പാക്കിംഗ് ഫ്രാക്ഷനാണ്. അത് ബുക്കിൽ കള്ളിയിലാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. ഏത്? പാക്കിംഗ് ഫ്രാക്ഷൻ. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ഇതിൻ്റെ ഫോഴ്സിൻ്റെ ബാക്കി ഭാഗമായിരിക്കും പഠിക്കുന്നത്. ഓക്കെ.